ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഞായറാഴ്ച വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കണ നേരത്തെ എടുത്ത വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബാക്ക് പെയിൻ ആണെന്ന്. അപ്പോൾ നന്നായിട്ട് കൂടിയപ്പോൾ പിന്നെ എന്തായാലും വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഞാനിങ്ങനെയാണ് കുറേ നേരം വെച്ചിരുന്ന അവസാനം പറ്റാണ്ടാകുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന ഒരു അവസരത്തിൽ പിള്ളേർ സ്കൂളിൽ അത് വരുന്നുണ്ട് കേട്ടോ, ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പോൾ ടീച്ചർമാർ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ഡാൻസ്. പായുവിന് പഠിപ്പിക്കുന്ന ഡാൻസാണ് ഈ കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തോന്നുന്നില്ല? ഞാൻ അവളെ കയ്യിലേക്ക് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞാൽ അല്ല അത് ഡാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പായു പറഞ്ഞ കേൾക്കട്ടെ നമുക്ക്. കണ്ടാ കണ്ടാ ആണ്ടാ കളിക്ക്. ഇത് എക്സസൈസ് അല്ലാന്ന് പറയാൻ പറ്റും. വേണ്ട ഈ ചേച്ചി കളിക്കണ വേണ്ട. ഇത് എക്സസൈസ് ആണ് ടീച്ചർ പഠിപ്പിച്ചു തരുന്നത്. ആനുവൽ ഡേക്ക് ബായും കൂട്ടറും കളിക്കുന്ന ഡാൻസ് ആണ് ഇത്. ഛത്തീസ്ഗഡിന്റെ ഡാൻസ് അത്ര ഇത്. അവര് കണ്ടിട്ടുണ്ടെങ്കിൽ അടിക്ക് വന്നിട്ട് ഞങ്ങളെ ഡോക്ടറെ കാണാൻ പോവാ. എന്തായാലും വേദന. ഷോർട്ട് വ്ലോഗാ? ഞാൻ ഡാൻസ് കളിക്കാനൊന്നല്ല പോവാ. നോക്കാം 6 മണി തൊട്ട് 7 മണി വരെയാണ് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. ഇത് കാണിച്ചോട്ടെ. ഇത് ഞങ്ങൾ വണ്ടിയിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പാക്ക് കമന്റ് ചെയ്യുക അത് കണ്ടു പരിചയമുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കയ്യിലേക്ക് ഇട്ടുണ്ടായിരുന്നു. തമ്പാക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച തമ്പാക്ക് ഇതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അറിയുന്ന വെച്ചാൽ കമൻറ്റ് ബിലോ. അപ്പം നമ്മൾ വന്നത് വാടാനപ്പള്ളി ചിലങ്കയിലുള്ള ഫിജിയിലേക്ക് ഒലിവിലേക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഇപ്പം എന്നോട് ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് ഡിസ്കിന് ചെറിയൊരു തെന്നലുണ്ട്. അപ്പോൾ മറ്റേ ബൾജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു എക്സസൈസ് ഒക്കെ ചെയ്യണില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതെന്തിനാ വെച്ച് അത് കൂട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ, അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പെയിൻ മാറിയിട്ട് ഞാൻ എക്സസൈസ് കാണിച്ച് തരാം, അപ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വണ്ടി വന്ന് വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അതൊന്നല്ല ഇത് വേറെ എന്തോ ആണ്. ഇപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടില്ലേ, നമുക്ക് ഉണ്ടാക്കണം കേട്ടോ ഒരു ക്രിസ്മസ് ട്രീ. അപ്പോൾ ഞാൻ ഫെജിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസ് ട്രീ കൂടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ വ്ളോഗൊക്കെ ഇട്ടുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് സാധനം കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ വരും കേട്ടോ. അപ്പോൾ ബ്ലഡ് എടുക്കാനിരുന്നപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയുടെ ബ്ലഡ് എടുക്കാനല്ലോ. അപ്പോൾ അമ്മൂട്ടിക്കുണ്ട്, അമ്മൂട്ടിയും കൂടെ ടെസ്റ്റ് ചെയ്യണം. ഒരു കാര്യമില്ലേ, വെറുതെ ടെസ്റ്റ് ചെയ്യണം. സൂചി കുത്താൻ ആഗ്രഹം മുത്തിട്ടാത്രേ. എനിക്കങ്ങനെ സൂചി കുത്തുമ്പോൾ പേടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കെട്ടിയവനുണ്ടല്ലോ, എൻ്റെ ഭർത്താവ്, അങ്ങേർക്ക് ഭയങ്കര പേടിയാണ്. തലയിറങ്ങി വേണമെങ്കിൽ വീണുന്നൊക്കെ ഇരിക്കും. ഇവിടെ ഏട്ടനും അതെ, ഏട്ടൻ്റെ ചേട്ടനും അതെ, രണ്ടാളും ചക്കപ്പോത്ത് പോലെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് സൂചി കണ്ടാൽ പേടിക്കുന്ന ടീമാട്ടാ രണ്ടാളും. അത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിരിച്ച് മരിക്കും. ഇവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഇത്രയും വയസ്സായിട്ട് കൂടിയിട്ട് ഭയങ്കര പേടിയാട്ടന്. എനിക്ക് ആ കുത്തണ നേരത്ത് മാത്രം കുറച്ച് വേദന ഉണ്ടായുള്ളൂ കേട്ടോ. അതല്ലാതെ നമുക്ക് അങ്ങനെ എന്താ പറയുക, ഇത്രയും എനിക്കറിയില്ല ഇവർക്കൊക്കെ എന്താണ് ഇതിന് മാത്രം വേദന. ഏട്ടൻ ആ ബ്ലഡൊക്കെ വലിച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ആ ബ്ലഡ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ കൈമ മറ്റേ സാധനം കൊട്ടിക്കില്ലേ, അപ്പോഴും അതെ വേദനയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മുഖമൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാണിക്കണതാണ്. പക്ഷെ ചിലവർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ഈ സൂചിനെ ഒരു ഭയപ്പാടോട് കൂടി നോക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് കാര്യം ഞാൻ പിന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാനിങ്ങനെ ഏട്ടൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുമ്പോഴേ അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ പെണ്ണുമ്പിള്ള ഭർത്താവിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണേ. ഏട്ടന് അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ നല്ല എന്താ പറയുക നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. ഈ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊത്തുന്ന ആൾക്കാരില്ലേ, ആ ഒരു ടൈപ്പിൽ പെട്ടതായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ എനിക്കും കൂടെ കുത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു അമ്മൂട്ടിക്കും കൂടെ ഒരു സൂചി കുത്തി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാട്ടെ കാണണത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 10 രൂപ ബാലൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 10 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പയമ്പ് വാങ്ങിച്ചിട്ട് പയമ്പയ്ക്ക് ഒരു വരിനെല്ലി വാങ്ങിച്ചിട്ടുണ്ട്. അമ്മൂട്ടിക്ക് ഒരു മാങ്ങയുടെ പാക്കറ്റ് മറ്റേ നമ്മൾ ഉപ്പിലിട്ടേക്കുന്ന സാധനം ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് തന്നെ കേട്ടിട്ട് ദേവസ്വൻ്റെ മുന്നിൽ കണ്ടൊരു കാഴ്ചയിട്ടത് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകുന്നില്ല, വരുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ക്രിസ്മസ് അപ്പൂപ്പൻ നല്ല വലിയതാക്കിയിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി, പിള്ളേർക്കും നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഭവൻസിലേക്ക് വന്നു കേട്ടോ.
ഭവാൻസ് എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായിട്ടുണ്ട് പൊറോട്ട കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നാൾ ഞാൻ പൊറോട്ട കഴിച്ചില്ലേ. അപ്പോൾ പിള്ളേർക്ക് രണ്ടാൾക്കും കൊതിയായിട്ട് അവർക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 2-3 ചായയൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഈ 2 പൊറോട്ട കഴിക്കണതിൻ്റെ ഒരു കപ്പാസിറ്റി അതെനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ഒരു ചായയിൽ തൽക്കാലത്തേക്ക് ഒതുക്കി. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ അമ്മൂട്ടിയുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അമ്മ എനിക്ക് വേഗം കഴിക്കാൻ പറ്റാത്തതെന്ന്. അപ്പം അമ്മ എനിക്കറിയില്ല, മോള് വേഗം കഴിച്ച് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു 8 മണി നേരമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ അവർ മാത്രമാണോ അതെല്ലാ ജില്ലയിലത്തെ കളക്ടർമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ CBSE പഠിക്കുന്ന പിള്ളേർ അവരവരുടെ എന്തപ്പോൾ ഇത് ഫുള്ള് വെള്ളിയാണല്ലോ. അപ്പോൾ അവരവരുടെ പഞ്ചായത്തിലുള്ള 40 കുടുംബങ്ങൾക്ക് അങ്ങോട്ട് CBSE പഠിക്കുന്ന പിള്ളേർ ഓരോ മാസം നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കിറ്റ് ഉണ്ടല്ലോ, അതേപോലെ ഓരോ കിറ്റുകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്കൂളിൽ നിന്ന് കുറേ സ്കൂളുകളുണ്ടല്ലോ, അപ്പോൾ 10 വീട്ടുകാർക്കുള്ള കിറ്റ് നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ മാസവും വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് 18 തരം ഐറ്റംസ് അങ്ങോട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സുകാർക്കും മാസമാണ്. അപ്പോൾ അമ്മൂട്ടിക്കാണ് ഈ 7ാം ക്ലാസ്സുകാർക്കാണ് ഈ മാസത്തെ കൊടുക്കാനുള്ളത്. അപ്പോൾ അമ്മൂട്ടിയോട് ആദ്യം ടീച്ചർ പഞ്ചസാര കൊണ്ടുവരാനാണ് പറഞ്ഞത്. പിന്നെ അത് മാറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 1/2 കിലോ മുളക് പൊടി കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കളക്ടർ പറഞ്ഞൊരു കാര്യമാണ് ഇത്ര, CBSE പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല പൈസ ഉള്ളവരാണ്, അപ്പോൾ അവർ പാവങ്ങളെ സഹായിച്ചിട്ട് പഠിക്കട്ടെ എന്നുള്ളത്. പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അമ്മൂട്ടീനോട് ആദ്യം പഞ്ചസാരയാണ് പറഞ്ഞത്, പിന്നെ അത് മുളക് പൊടിയാക്കി. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ അമ്മൂട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കായിരുന്നു, അതായത് 7ാം ക്ലാസ് ആണല്ലോ, അപ്പോൾ അവർക്കായിരുന്നു മുളക് പൊടി കൊടുക്കാനുള്ളത്. അപ്പോൾ ആ കുട്ടി വാടക വീട്ടിലൊക്കെയാണ് കഴിക്കുന്നത്, അവർക്ക് അതിനുള്ള പാങ്ങില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തിട്ട് അത് മാറ്റിയിട്ട് പറഞ്ഞത്. അപ്പോൾ അവർക്ക് 1 കിലോ പഞ്ചസാര 1/2 കിലോ പഞ്ചസാര ആയിരിക്കും. അപ്പോൾ ഒരു 10-20-25 രൂപയ്ക്കല്ലേ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പാങ്ങുണ്ടാവണം എന്നില്ലല്ലോ. CBSE പഠിക്കണു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ പാങ്ങുണ്ടാവുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ കളക്ടർ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂമിക്കുട്ടിട്ടാ, പരിചയപ്പെടാം. ഞങ്ങളുടെ പേരാണ് മൂമി. പഞ്ഞേ കുറുമ്പത്തിയാന്ന് പറഞ്ഞേ, കുറുമ്പത്തിയ അമ്മ പൊന്നു കുമ്പത്തിയാന്ന് പറഞ്ഞേ. അമ്മയല്ലേ പറഞ്ഞു കുറുമ്പനാന്ന്? ഞാൻ കുറുമ്പനാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, താണാണോ പെണ്ണാണോ എപ്പോഴും അറിയില്ല. ഞങ്ങൾ കുറെ പൊന്തിച്ചൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവണില്ല താണാണോ. കുറച്ച് വലുതായിട്ട് പറഞ്ഞുതരാം. കുറച്ച് വലുതായിട്ട് പറഞ്ഞു കുറെ ട്രൈ ചെയ്ത് അവിടെ ഇവിടെ പിടിച്ച് നോക്കി. ഇവിടെ നമ്മുടെ മറ്റേ മൂത്ത പന്നിക്കുട്ടികളാണെന്നല്ല, ഞങ്ങൾ വിചാരിച്ചത് 2 പെൺകുട്ടികളാണെന്ന. കടക്കാടക്കം പറഞ്ഞിട്ട് 2 പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മള് വാങ്ങിച്ചത്. പക്ഷെ പ്രസവിച്ചപ്പോഴാണ് മനസ്സിലായത് 2 പെണ്ണാണ്. അതേപോലെയാണ് ഞങ്ങൾ കുറെ പൊന്തിച്ചൊക്കെ നോക്കും, പക്ഷെ ഒരു ലക്ഷ്യമില്ല മനസ്സിലാക്കാൻ. ഇത് പ്രസവിക്കുമ്പോ അറിയാം ആണാണോ പെണ്ണാണോ എന്ന്. അല്ല കുറച്ച് വലുതാവുമ്പോ മനസ്സിലാവില്ല, ആണാണോ പെണ്ണാണോ. അതുവരെ ഞങ്ങള് ഡാബോടാ ഡിയെ ഒക്കെ വിളിച്ചിട്ട് നിൽക്കും. മമ്മി പെണ്ണിന് സുന്ദരി എന്താ മിക്സൽ കളറാ, ആർക്കും ഇല്ലാത്ത കളേഴ്സ് ഒക്കെ ഉണ്ട്. ചുണ്ടിരിയ അമ്മ മൂള് ചുണ്ടിരിയ. അപ്പോൾ നമുക്ക് 2-3 മരുന്നൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കഴിച്ചു. ഞാൻ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ മരുന്ന്. അപ്പം ഞാൻ കഴിച്ചു വന്ന ഭക്ഷണത്തിന് ശേഷമായിപ്പോയി. പക്ഷേ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് ഞാൻ മറക്കും, ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ള മരുന്ന് എപ്പോഴും മറക്കും. ഗ്യാസിൻ്റെ മരുന്നാന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഭക്ഷണം അതിൻ്റെ ഒപ്പം കഴിക്കും കേട്ടോ, മറ്റേ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാനിരുന്നു കുറച്ച് നേരം. ഈ കുത്തിരിപ്പ് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണിക്കൂർ കണക്കിന് ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ. നമ്മൾ പിള്ളേരുടെ കപ്പാസിറ്റി അറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അത്ര വിദ്യാഭ്യാസം ഉണ്ട് അത്രയ്ക്ക് തന്നെയല്ലേ പിള്ളേർക്ക് ഉണ്ടാവും. ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് അവർ പഠിച്ചു വരും, പിന്നെ അവർക്ക് അവരുടേതായ ഒരു ടാലൻറ്റ് ഉണ്ടാവും. നമ്മളതിനൊന്ന്
പുഷ്ടിപ്പെടുത്തി കൊടുക്കുക, വളം ഇട്ട് കൊടുക്കാന്ന് അറിയില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ പഠിപ്പ് കഴിഞ്ഞിട്ട് പായുമ്പോൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. നമ്മുടെ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടാകുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ പായുമ്പോൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ. നമ്മൾ ഇതിനൊക്കെ ഓരോ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ പായു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല 9:30 ഇപ്പം ഞാൻ കയറി കിടന്നതാണ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഉറങ്ങാതെ എൻ്റെ ഒരു ദിവസം മൊത്തം നശിഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അതിനിടയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. എൻ്റെ മക്കൾ രണ്ടുപേരും താഴെയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തത് കാരണം താഴെയാണ് കിടക്കണത്. അവർക്ക് പായു എന്നെ നല്ല ചവിട്ടോട്ടും അടുത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് കണ്ടറിഞ്ഞിട്ട് രണ്ടാളും അടിയിലേക്ക് ഇറങ്ങി കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ബൈ ബൈ.